പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന സംഭവത്തിൽ പ്രതിയുടെ വധശിക്ഷയ്ക്ക് സ്റ്റേ. സുപ്രീം കോടതിയാണ് ആമിറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് സ്റ്റേ അനുവദിച്ചത്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഏത് വാദത്തിന് പുറത്താണ് സ്റ്റേ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? അപർണ, ഹൈക്കോടതി വിധിയിൽ സ്റ്റേ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആമിറുൽ ഇസ്ലാം ഒരു ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ ഹർജിക്കാണ് ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചിരിക്കുന്നത്. പരിഗണിച്ചതിന് ഉടൻ തന്നെ വധശിക്ഷ ഹൈക്കോടതി ആമിറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ചിരുന്നു. അതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത്. ആ വധശിക്ഷയിൽ ഇപ്പോൾ സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഞെട്ടിച്ച ആ പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസിലെ പ്രതി ആമിറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രത്യേകമായി കോടതി എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മനഃശാസ്ത്ര റിപ്പോർട്ട്, ആമിറുൽ ഇസ്ലാമിന്റെ മനഃശാസ്ത്ര റിപ്പോർട്ട് പരിശോധിക്കണം. ഒപ്പം തന്നെ ജയിലിലെ അയാളുടെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു എന്നത് സംബന്ധിച്ച റിപ്പോർട്ടും പരിഗണിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും പരിഗണിച്ചുകൊണ്ട് തൃശൂർ മെഡിക്കൽ കോളേജ് ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് നൽകണം. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ സ്റ്റേ തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അതായത് വധശിക്ഷ വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സുപ്രീം കോടതി തീരുമാനമെടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിൽ ഈ കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂരമായ കൊലപാതകത്തിന്, ബലാത്സംഗം ചെയ്ത ഒരു പെൺകുട്ടിയെ കൊലപാതകം ചെയ്ത സംഭവത്തിലെ പ്രതിയുടെ വധശിക്ഷ ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. പ്രത്യേകം എടുത്തു പറയേണ്ടത്, പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനിയായിരുന്ന പെൺകുട്ടിയെ ആരുമില്ലാത്ത സമയത്ത് എത്തി ആമിറുൽ ഇസ്ലാം ബലാത്സംഗം ചെയ്യുകയും തുടർന്ന് വളരെ മൃഗീയമായ തരത്തിൽ ആ മൃതദേഹത്തെ വൈകൃതമാക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ പെരുമ്പാവൂർ കോടതിയാണ് വധശിക്ഷ വിധിച്ചത്, വിചാരണ കോടതി. അതിനുശേഷം ആമിറുൽ ഇസ്ലാമിന് വേണ്ടി അഡ്വക്കേറ്റ് ആളൂരാണ് ഹാജരായിരുന്നത്. ഇതെല്ലാം തന്നെ വലിയ കോളിളക്കമുണ്ടാക്കുകയും വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഹൈക്കോടതി ഈ റിപ്പോർട്ട് പരിഗണിച്ചു. ഹൈക്കോടതി റിപ്പോർട്ട് പരിഗണിച്ചപ്പോൾ വധശിക്ഷ ശരിവെക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് ആമിറുൽ ഇസ്ലാം ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ ആമിറുൽ ഇസ്ലാമിന് സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ്. ഈ അപ്പീലിൽ, ആമിറുൽ ഇസ്ലാം നൽകിയ അപ്പീലിൽ വിധി വരുന്നത് വരെയാണ് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും കേരളം കണ്ട ഏറ്റവും നിയമപരമായിട്ടുള്ള വശങ്ങൾ ഏത് തരത്തിലാണ് ഇനി മറുഭാഗത്ത് നിന്ന് ഉള്ള നിയമ നീക്കങ്ങൾ എന്നുള്ളതൊക്കെ ഒരുപക്ഷെ ഇത് ഒരുപാട് നേരത്തെയാണ് ചോദിക്കുന്നത്. എങ്കിൽ പോലും വധശിക്ഷ ഭരണഘടനാപരമായിട്ട്, അത് വധശിക്ഷയുടെ ഭരണഘടനാപരമായ ഒരു സാധുതയെ കൂടി ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കണമല്ലോ ആമിറുൽ ഇസ്ലാം ഈ ഹർജി സമർപ്പിച്ചിട്ടുണ്ടാവുക. അത് സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി, നീതിന്യായ കോടതി അത് കൃത്യമായി പരിശോധിച്ചിട്ടുമുണ്ടാകും. അപ്പോഴും അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസാണെന്ന് വാദിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ, അങ്ങനെ പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് വധശിക്ഷയിലേക്ക് കടന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സ്റ്റേ വരുമ്പോൾ അതിനെ നിയമപരമായിട്ട് ചോദ്യം ചെയ്യാൻ ഉള്ള ഒരു വകുപ്പുണ്ടോ? നമുക്ക് അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? അപർണ, സ്വാഭാവികമായും ഈ കേസിൽ ഇനി സർക്കാരിന്റെ നിലപാടാണ് എടുത്തു പറയേണ്ടത്. സർക്കാർ സ്വാഭാവികമായും പറയുക ഇതിൽ ഇരയ്ക്കൊപ്പം നിൽക്കും എന്ന നിലപാട് തന്നെയായിരിക്കും. എല്ലാവിധ സ്ത്രീ പീഡന കേസുകൾ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്ത് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസുകളിലെല്ലാം തന്നെ സർക്കാർ ഇരയ്ക്കൊപ്പം നിൽക്കുന്ന സ്ഥിതിഗതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും സർക്കാർ ഇതിൽ നിലപാട് വ്യക്തമാക്കിയേക്കും. ഈ സ്റ്റേ ഇളവ് ചെയ്യണം, സ്റ്റേ മാറ്റിത്തരണം എന്ന് പറഞ്ഞ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യത ഏറെയാണ്. നമുക്കറിയാം, പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ ആ സമയത്ത് TN സെൻകുമാറായിരുന്നു DGP ആയിരുന്നത്. അദ്ദേഹമാണ് ഈ ഉത്തരവിട്ടത്. ആ സമയത്ത് ആ കേസുമായി ബന്ധപ്പെട്ട ചില പിഴവുകൾ സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു TP സെൻകുമാറിനെ പിന്നെ ആ സ്ഥാനത്ത് നിന്ന്, സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും മറ്റും ചെയ്തത്. അതിനുശേഷം ഇതിൽ വിചാരണ നടന്നു. വലിയ തോതിലുള്ള വിചാരണ സംസ്ഥാന സർക്കാരിന് വേണ്ടി നടന്നു. ഈ വിചാരണയിലാണ് വധശിക്ഷ നൽകിയത്. അപൂർവങ്ങളിൽ അപൂർവമായ
കുറ്റകൃത്യമാണ് എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു, വിചാരണ കോടതി കണ്ടെത്തുകയായിരുന്നു. അങ്ങനെയാണ് അമിറുൽ ഇസ്ലാമിന് ബംഗാൾ സ്വദേശിയാണ് അമിറുൽ ഇസ്ലാമിന് വധശിക്ഷയ്ക്ക് വിധിച്ചത്. ആ വധശിക്ഷ പിന്നീട് ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു. ഹൈക്കോടതി ശരിവെച്ചതിന് ശേഷമാണ് ഇപ്പോൾ അമിറുൽ ഇസ്ലാം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഈ വധശിക്ഷ, താൻ ഈ പെൺകുട്ടിയെ, നിയമ വിദ്യാർത്ഥിനിയെ താൻ കൊല ചെയ്തിട്ടില്ല, തൻ്റെ കൈവശം ആവശ്യത്തിന് തെളിവുകൾ, അത് തെളിയിക്കാനുള്ള ആവശ്യത്തിന് തെളിവുകൾ തൻ്റെ കൈവശമുണ്ട്, അതുകൊണ്ട് തൻ്റെ വധശിക്ഷ റദ്ദാക്കി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അമിറുൽ ഇസ്ലാം കഴിഞ്ഞ ഞാൻ ഇടപെടുന്നു. സുബി, ജസ്റ്റിസ് ഖമർ പാഷ നമുക്കൊപ്പം